നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തലസ്ഥാന നഗരിയിൽ നിന്ന് പുറത്തു വരുന്ന ഒന്നാന്തരം ഒരു കരച്ചിൽ നാടകത്തെക്കുറിച്ചാണ്. നിങ്ങൾ കേൾക്കുന്നില്ലേ അവറ്റകളുടെ ആ കരച്ചിൽ? എന്ത് സുഖമാണല്ലേ അതൊന്ന് കേൾക്കാൻ. ആരാണ് ഈ നാടകത്തിലെ കഥാപാത്രങ്ങളെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. രാഷ്ട്രീയ നാടകങ്ങളുടെ തമ്പുരാക്കന്മാരായ നമ്മുടെ സഖാക്കൾ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിലിരുന്ന് പാടുന്ന ആ വിലാപം കേട്ടാൽ ശരിക്കും ചിരിക്കണോ അതോ പുച്ഛിച്ച് തള്ളണോ എന്നറിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. കേൾക്കാൻ നല്ല സുഖമുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ എന്ന വ്യാജേന അന്തർധാര സജീവമാക്കാൻ അന്തസ്സില്ലാതെ നടത്തുന്ന ഒന്നാന്തരം കരച്ചിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ കാലത്തിനപ്പുറം നഗരം വളരുന്നത് കാണുമ്പോഴുണ്ടാകുന്ന അസൂയയും കുശുമ്പും മാത്രമാണ് ഇവരുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത്. BJP ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ സാധാരണക്കാർക്ക് കയറി ചെല്ലാൻ പോലും പറ്റുന്നില്ലെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം V ശിവൻകുട്ടിയുടെ പുതിയ കണ്ടുപിടുത്തം. ഇത് കേൾക്കുമ്പോൾ തോന്നും മുൻപ് ഇവരൊക്കെ ഭരിച്ചപ്പോൾ ജനങ്ങൾ അവരെ മാലയിട്ടാണ് സ്വീകരിച്ചിരുന്നതെന്ന്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാത്തവരാണ് ഇന്ന് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിക്കെതിരെ ഇല്ലാത്ത ആക്ഷേപങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. വർഷങ്ങളോളം തിരുവനന്തപുരം നഗരസഭയെ സ്വന്തം തറവാട്ട് സ്വത്ത് പോലെ കൊണ്ടു നടന്ന് വികസന ശൂന്യതയുടെയും അഴിമതിയുടെയും വലിയൊരു കോട്ടയാക്കി മാറ്റിയവർക്ക് ഇന്ന് അധികാരം കയ്യിലില്ലാത്തതിന്റെ ആ വലിയൊരു വേദന ഈ വാക്കുകളിൽ വ്യക്തമാണ്. ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണെന്ന് മനസ്സിലാക്കി അവർ BJPയെ അധികാരത്തിലേറ്റിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് സഖാക്കളുടെ ഈ നെഞ്ചത്തടി. വർഷങ്ങളായി കോർപ്പറേഷനെ തങ്ങളുടെ പാർട്ടി ഓഫീസാക്കി മാറ്റിയിരുന്നവർക്ക് ഇന്ന് അവിടുത്തെ സുതാര്യത കാണുമ്പോൾ കണ്ണു മഞ്ഞളിക്കുന്നത് സ്വാഭാവികം. പക്ഷേ ഈ രാഷ്ട്രീയ നാടകത്തിലെ യഥാർത്ഥ ട്വിസ്റ്റ് അതല്ല. നഗരസഭയിലെ ഭരണസ്പന്ദനം മാറ്റാൻ ശിവൻകുട്ടിക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ VD സതീശൻ വരണം. അതെങ്ങനെ? നിയമസഭയിലും ചാനൽ ചർച്ചകളിലും പരസ്പരം കടിച്ചു കീറാൻ നടക്കുന്ന ഇവർ BJPയെ താഴെ ഇറക്കാൻ വേണ്ടി ഇപ്പോൾ പരസ്യമായി കൈകോർക്കുന്നു. അണിയറയിൽ ഇവർ തമ്മിലുള്ള ഈ അന്തർധാര എത്രത്തോളം സജീവമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ പുതിയ കൂട്ടുകെട്ട്. പൂക്കി സതീശൻ വന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ, ഈ BJPക്കാരെ ഇവിടെ നിന്ന് ഇറക്കിത്തരണേ എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് സിംഹങ്ങൾ കോൺഗ്രസിന്റെ വാതിൽക്കൽ ചെന്ന് ഭിക്ഷ യാചിക്കുന്ന കാഴ്ച കാണുമ്പോൾ ശരിക്കും ചിരി വരുന്നുണ്ട്. മുൻപൊക്കെ കോൺഗ്രസിനെ ബൂർഷ്വ പാർട്ടി എന്നും വർഗശത്രു എന്നും വിളിച്ചു നടന്നവർ ഇന്ന് അധികാരം കിട്ടാൻ വേണ്ടി അവരുടെ കാലു പിടിക്കാൻ തയ്യാറാകുന്നത് കപട രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ജനങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് തള്ളിയ ഒരു പാർട്ടിക്ക് ജനാധിപത്യപരമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഭരണസമിതിയെ താഴെ ഇറക്കാൻ ഒടുവിൽ UDFന്റെ കാലു പിടിക്കേണ്ടി വരുന്നു. ഇത് ഇവരുടെ രാഷ്ട്രീയ പാപ്പരത്തത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഇടതുപക്ഷത്തിന്റെ ഈ വീഴ്ച ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒന്നാണ്. ഒരു വശത്ത് BJP കോൺഗ്രസുകാരെ വിലക്കെടുക്കുന്നുവെന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന ഇതേ ശിവൻകുട്ടി തന്നെയാണ് മറുപുറത്ത് അവിശ്വാസ പ്രമേയത്തിൽ നമുക്ക് UDFനൊപ്പം ചേരുന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞ് വാലാട്ടുന്നത്. കസേരയും അധികാരവും നഷ്ടപ്പെടുമ്പോൾ CPMന് പ്രത്യയശാസ്ത്രവും നിലപാടും പുല്ലാണ് എന്ന് പറയാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറാകും. BJPയെ ഒറ്റയ്ക്ക് നേരിടാൻ ത്രാണിയില്ലാത്തത് കൊണ്ട് ഒടുവിൽ കോൺഗ്രസിന്റെ പിന്നാലെ നടന്ന് കണ്ണു കാണിക്കുന്ന ഈ വിപ്ലവ പാർട്ടിയെ ഓർത്ത് സഹതാപം മാത്രം. സ്വന്തം കോർപ്പറേഷനിലെ തോൽവി മറയ്ക്കാൻ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ സ്വത്ത് വിവരവും RSSന്റെ കള്ളക്കളിയുമൊക്കെ വിളിച്ചു പറയുന്ന ഈ ശിവൻകുട്ടിയുടെ തറവേലകൾ കാണുമ്പോൾ ജനങ്ങൾക്ക് പുച്ഛം മാത്രമാണ് തോന്നുന്നത്. സ്വന്തം വീട്ടിലെ കാര്യം നോക്കാൻ വകയില്ലാത്തവൻ അയൽക്കാരന്റെ പറമ്പിലെ തെങ്ങിന്റെ എണ്ണമെടുക്കാൻ പോകുന്ന അവസ്ഥയാണിത്. തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തത് കൊണ്ടാണ് ഇവർ ദേശീയ വിഷയങ്ങൾ ഉന്നയിച്ച് ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നത്. അഴിമതിക്ക് പൂട്ടുവീണതിന്റെയും പാർട്ടി ഗുണ്ടകൾക്ക് നഗരസഭയിൽ ഇരുന്നുകൂടാൻ പറ്റാത്തതിന്റെയും വേവലാതിയാണ് ഇപ്പോൾ കാണുന്ന ഈ സമര നാടകങ്ങൾ. LDF ഭരിച്ചിരുന്ന കാലത്ത് തിരുവനന്തപുരം നഗരസഭ എന്ന് പറഞ്ഞാൽ കെട്ടിട നികുതി തട്ടിപ്പിന്റെയും പ്രളയ ഫണ്ട് മുക്കലിന്റെയും മാലിന്യ കൂമ്പാരങ്ങളുടെയും ഒരു കേന്ദ്രമായിരുന്നു. പാർട്ടിക്കാരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ മാത്രമാണ് അന്ന് കോർപ്പറേഷൻ ഫണ്ടുകൾ ഉപയോഗിച്ചിരുന്നത്. സാധാരണക്കാർ ഒരു സർട്ടിഫിക്കറ്റിനായി ദിവസങ്ങളോളം നഗരസഭയുടെ പടവുകൾ കയറി ഇറങ്ങി നടക്കണമായിരുന്നു. പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞും കൈക്കൂലി വാങ്ങിയും ശീലിച്ച സഖാക്കൾക്ക് ഇന്നത്തെ വ്യവസ്ഥിതി ഒട്ടും ദഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് BJPയുടെ ഭരണത്തിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള BJP ഭരണസമിതി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൊണ്ടുവന്ന സുതാര്യതയും ജനപക്ഷ സമീപനവും ഇന്ന് കള്ളസഖ്യത്തിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അഴിമതിയുടെ എല്ലാ പഴുതുകളും അടച്ച് ജനങ്ങൾക്ക് അർഹമായ സേവനങ്ങൾ അവരുടെ വാതിൽപ്പടിയിലെത്തിക്കാൻ രാജേഷിനും അദ്ദേഹത്തിന്റെ ടീമിനും സാധിച്ചിട്ടുണ്ട്. മുൻപ് ഫയലുകൾ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടന്നിരുന്ന നഗരസഭയിൽ ഇന്ന് വികസനത്തിന്റെ വേഗത ഇരട്ടിച്ചിരിക്കുന്നു. ഈ സുതാര്യതയും വികസനവുമാണ് CPMന്റെയും കോൺഗ്രസിന്റെയും ഉറക്കം കെടുത്തുന്നത്.
ജനങ്ങൾ വികസനത്തിന്റെ യഥാർത്ഥ രുചി അറിഞ്ഞു തുടങ്ങിയത് ഇവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വലിയ ഭീഷണിയായിരിക്കുന്നു. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഭരണം അട്ടിമറിക്കാമെന്ന് മോഹിച്ച് UDF-നൊപ്പം കോട്ട കെട്ടാൻ പോയ ഇടതുപക്ഷത്തിന് ഒടുവിൽ ആ നീക്കത്തിൽ നിന്ന് നാണം കെട്ട് പിന്മാറേണ്ടി വന്നു. കാരണം ജനപിന്തുണയുള്ള BJP ഭരണസമിതിയെ അത്ര എളുപ്പം തകർക്കാൻ തങ്ങളുടെ അവിശുദ്ധ കൂട്ടുകെട്ടിന് കഴിയില്ലെന്ന് ബോധ്യമായപ്പോൾ ഉണ്ടായ ഇളിഭ്യത മറയ്ക്കാനാണ് ഇപ്പോൾ ഈ വലിയ വർത്തമാനങ്ങൾ. ജനങ്ങൾ ഒപ്പമുള്ളപ്പോൾ ഇത്തരം കുതന്ത്രങ്ങൾ കൊണ്ട് ഒളിച്ചു കടത്താനൊന്നും സാധിക്കില്ലെന്ന് ഇവർ മനസ്സിലാക്കണം. കൗൺസിലർമാർക്കെതിരെ കെട്ടിച്ചമച്ച കേസുകൾ ഉണ്ടാക്കി ഭരണത്തെ അസ്ഥിരപ്പെടുത്താമെന്ന പ്രതിപക്ഷത്തിന്റെ മോഹം വെറും പകൽക്കിനാവ് മാത്രമാണ്. കൗൺസിൽ ഹാളിൽ 5 വർഷം കഴിഞ്ഞ് ഫോട്ടോ വെക്കുന്നതിനെ കുറിച്ച് ഓർത്ത് ശിവൻകുട്ടി കണ്ണു നനയ്ക്കേണ്ടതില്ല. ജനങ്ങളുടെ മനസ്സിലാണ് BJP ഭരണസമിതി സ്ഥാനം പിടിച്ചിരിക്കുന്നത്. VV രാജേഷിന്റെ നേതൃത്വത്തിൽ 5 വർഷം തികച്ച് ഈ ഭരണസമിതി മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഈ യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റുകൾക്ക് ദഹിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. തോൽവി സമ്മതിക്കാൻ മടിയുള്ളത് കൊണ്ടാണ് ഇവർ ഇത്തരം തറവേലകളുമായി തെരുവിലിറങ്ങുന്നത്. ഇനിയൊരു തിരഞ്ഞെടുപ്പ് നടന്നാൽ LDF വൻ ഭൂരിപക്ഷത്തോടെ വരുമെന്ന ശിവൻകുട്ടിയുടെ പ്രസ്താവന ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയായി വേണം കണക്കാക്കാൻ. ജനങ്ങൾ ഒരിക്കൽ തള്ളിക്കളഞ്ഞ അഴിമതി മാത്രം കൈമുതലായുള്ള ഒരു ഭരണത്തെ തിരുവനന്തപുരത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ ഇനി അടുപ്പിക്കില്ല. തങ്ങളെ വഞ്ചിച്ചവരെ വീണ്ടും അധികാരത്തിലേറ്റാൻ വോട്ടർമാർ വിഡ്ഢികളല്ല. വോട്ട് ചെയ്ത ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അധികാരം പിടിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ മുന്നിൽ ചെന്ന് ഭിക്ഷയാചിക്കുന്ന CPM-ന്റെ ഈ ഇരട്ടത്താപ്പും കള്ളക്കളിയും ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. VV രാജേഷിന്റെ നേതൃത്വത്തിൽ BJP നടത്തുന്ന വികസന മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയ പാപ്പരത്തം വിളമ്പുന്ന ശിവൻകുട്ടിയും കോൺഗ്രസും കൂടുതൽ ഒറ്റപ്പെടുകയുള്ളൂ. സതീശൻ വന്ന് രക്ഷിക്കട്ടെ എന്ന കാത്തിരിപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കോമഡിയായി അവശേഷിക്കും. തങ്ങളുടെ പതനം സ്വന്തം കൈകൾ കൊണ്ട് തന്നെ എഴുതി ചേർക്കുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ ഇടതുപക്ഷം. അതുകൊണ്ട് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കളെ, നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് നാടകങ്ങൾ മലയാളികൾക്ക് ഇപ്പോൾ കാണാപ്പാഠമാണ്. സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ അന്തർധാര പരിപാടി എത്രയും വേഗം നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്ന ബോധം ഇപ്പോഴെങ്കിലും ഉണ്ടാകുന്നത് നന്നായിരിക്കും. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പോയി സതീശന്റെ പേര് വിളിച്ച് കരഞ്ഞതുകൊണ്ട് ജനങ്ങൾ നിങ്ങൾക്ക് ഭരണം താലത്തിൽ വെച്ച് നീട്ടില്ല. ജനങ്ങൾക്ക് ആവശ്യം വികസനമാണ്, അടിസ്ഥാന സൗകര്യങ്ങളാണ്, സുതാര്യമായ ഭരണവും. അത് BJP ഭരണസമിതി കൃത്യമായി നൽകുന്നുണ്ട്. നിങ്ങളുടെ ഈ വില കുറഞ്ഞ നാടകങ്ങൾ തലസ്ഥാനത്തെ വോട്ടർമാർ തക്കതായ മറുപടിയിലൂടെ ഇനിയും തിരുത്തി കുറിക്കുമെന്ന് ഉറപ്പാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനൻ എന്ന് ഓർക്കുന്നത് നന്ന്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ കരച്ചിലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.